കടൽ, മനുഷ്യൻ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു ലോകം. അതിന്റെ ആഴങ്ങളിൽ എത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കടൽ പ്രദേശം ലോകമെമ്പാടും ചോദ്യങ്ങൾ ഉയർത്തി. അതാണ് ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രതീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇതൊരു ഔദ്യോഗിക ഭൂപ്രദേശമല്ല. ഫ്ലോറിഡയിലെ മിയാമി, ബെർമുഡ ദ്വീപ്, പ്യൂർട്ടോ റിക്കോയിലെ സാൻ ജുവാൻ, ഈ 3 പോയിന്റുകൾ ചേർത്താൽ ഒരു ത്രികോണ രൂപം ഉണ്ടാകുന്നു. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ത്രികോണം. 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഒരു സമുദ്രഭാഗം. ഇവിടെ എത്തിയാൽ മാഗ്നറ്റിക് കോമ്പസ് കൺട്രോൾ ഇല്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കും. റേഡിയോ സിഗ്നൽസ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇവിടെ പ്രവർത്തിക്കില്ല. 50ഓളം കപ്പലുകളും 20ഓളം വിമാനങ്ങളും 1500ഓളം മനുഷ്യരെയും ഇവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. ഈ പ്രദേശത്തെ കുറിച്ചുള്ള കഥകൾ 1900കളുടെ മധ്യത്തിലാണ് കൂടുതൽ പ്രശസ്തമായത്. ചില കപ്പലുകളും വിമാനങ്ങളും കാണാതായ സംഭവങ്ങൾ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു. പിന്നീട് ബെർമുഡ ട്രയാങ്കിൾ ഒരു മിസ്റ്ററിയായി മാറി. സ്പാനിഷ് നാവികനായ ജുവാൻ ബെർമുഡേസ് എന്ന ആളാണ് ഈ സ്ഥലം ആദ്യമായി കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ബെർമുഡ എന്ന പേരുണ്ടായത്. അക്കാലത്ത് ഈ പ്രദേശത്തേക്ക് ആരും തന്നെ അടുക്കാറില്ലായിരുന്നു. അതിന് കാരണം അവിടുത്തെ റിമോട്ട് നേച്ചർ തന്നെയാണ്. ബെർമുഡ ട്രയാങ്കിളിനെ ഇത്രയും നിഗൂഢമാക്കുന്നത് അവിടെ നടന്ന ഉത്തരമില്ലാത്ത ചില സംഭവങ്ങൾ തന്നെയാണ്. 1945 ഡിസംബർ 5 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിലെ ലഫ്റ്റനന്റ് ചാൾസ് സി ടൈലറിന്റെ നേതൃത്വത്തിൽ 5 TBM അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ഒരു പരിശീലന ദൗത്യത്തിനായി ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിൽ നേവൽ എയർ സ്റ്റേഷനിൽ നിന്ന് പറന്നുയർന്നു. ഈ മിഷന്റെ പേരാണ് ഫ്ലൈറ്റ് 19. 3 മണിക്കൂർ നീളുന്ന ഈ ദൗത്യം ഒരു സാധാരണ നേവിഗേഷൻ ട്രെയിനിങ് എക്സസൈസ് ആയിരുന്നു. അനുഭവസമ്പന്നനായ ഒരു പൈലറ്റ് ആയിരുന്നു ലഫ്റ്റനന്റ് ചാൾസ് സി ടൈലർ. ഏകദേശം 2500 മണിക്കൂർ പറക്കൽ പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്തും അദ്ദേഹം സേവനം ചെയ്തിരുന്നു. പക്ഷെ ആ ദിവസം നടന്നത് ഒരു സാധാരണ പരിശീലന യാത്രയുടെ അവസാനമല്ലായിരുന്നു. പറക്കലിനിടെ ഫ്ലൈറ്റ് 19 നിന്നും ഒരു സന്ദേശം വന്നു. വടക്ക് നോക്കി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഇതായിരുന്നു ബേസിലേക്ക് വന്ന അവസാനത്തെ സന്ദേശം. അവർ തങ്ങളുടെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടി. അവസാനം ഈ 5 വിമാനങ്ങളും കാണാതായി. ഇവരെ അന്വേഷിക്കാനായി 13 അംഗങ്ങൾ അടങ്ങുന്ന ഒരു റെസ്ക്യൂ ടീം പുറപ്പെട്ടു. എന്നാൽ ഈ വിമാനവും അപ്രത്യക്ഷമായി. അങ്ങനെ മൊത്തം 27 പേരെയാണ് കാണാതായത്. അവരെ പിന്നെ ആരും തന്നെ കണ്ടിട്ടില്ല. ബെർമുഡ ട്രയാങ്കിളിന്റെ കഥകളിൽ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു സംഭവമാണ് USS സൈക്ലോപ്സ് എന്ന അമേരിക്കൻ കപ്പലിന്റെ ദുരൂഹമായ അപ്രത്യക്ഷത. 309 ജീവനക്കാരുമായി യാത്ര ചെയ്തിരുന്ന ഈ വലിയ കപ്പൽ ഒരു സൂചനയും നൽകാതെ അപ്രത്യക്ഷമായി. 1918 ഫെബ്രുവരിയിലാണ് സംഭവം. USS സൈക്ലോപ്സ് ബ്രസീലിലെ റിയോ ഡെ ജനീറോയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. കപ്പലിൽ 10,000 ടണ്ണിലധികം മാംഗനീസ് അയിര് ഉണ്ടായിരുന്നു. അക്കാലത്ത് സ്റ്റീൽ നിർമ്മാണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവായിരുന്നു ഇത്. യാത്രക്കിടെ മാർച്ച് 4 ബാർബഡോസിൽ കപ്പൽ ഒരു ചെറിയ ഇടവേള എടുത്തു. എഞ്ചിൻ പ്രശ്നങ്ങളും കപ്പലിലുണ്ടായിരുന്ന അധിക ഭാരത്തെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം ആയിരുന്നു ഈ ഇടവേള. പിന്നീട് ബാൾട്ടിമോർ, മാരിലാൻഡ് ലക്ഷ്യമാക്കി യാത്ര തുടർന്ന USS സൈക്ലോപ്സ് അതിനുശേഷം ഒരിക്കലും കണ്ടെത്താനായിട്ടില്ല. കപ്പലിന് എന്താണ് സംഭവിച്ചെന്നത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. പ്രധാനമായും പറയുന്നത് കപ്പലിൽ അമിതഭാരം ഉണ്ടായിരുന്നുവെന്നാണ്. വളരെയധികം മാംഗനീസ് അയിര് ഉണ്ടായിരുന്നു. കടലിലെ മോശം കാലാവസ്ഥയും കപ്പലിന്റെ ഘടനയെ ബാധിച്ചിരിക്കാം. അതിനാൽ കപ്പൽ തകർന്നു പോയിരിക്കാം എന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം. മറ്റൊരു സാധ്യത കപ്പലിന്റെ എഞ്ചിൻ പ്രശ്നം കൂടുതൽ ഗുരുതരമായിരിക്കാം എന്നതാണ്. ഈ സംഭവം ബെർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹ കഥകൾ രൂപപ്പെടുന്നതിന് മുൻപ് നടന്നതാണ്. ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് പോലും പിന്നീട് 1950കളിലാണ് പ്രശസ്തമായത്. എന്നാൽ USS സൈക്ലോപ്സിന്റെ ഡിസപ്പിയറൻസ് ഈ പ്രദേശത്തെ ഒരു മിസ്റ്ററി സോണായി കാണാൻ പലരെയും പ്രേരിപ്പിച്ചു. കാരണം ഇത്രയും വലിയൊരു കപ്പൽ ഒരു സൂചന പോലും നൽകാതെ, എവിടെയും അവശിഷ്ടങ്ങൾ പോലും അവശേഷിപ്പിക്കാതെ എങ്ങനെ അപ്രത്യക്ഷമായി എന്ന ചോദ്യം ഇന്നും തുടരുന്നു. ബെർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യ കഥകളിൽ പലപ്പോഴും പറയപ്പെടുന്ന ഒരു പേരാണ് എലൻ ഓസ്റ്റിൻ. ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയ ചരക്കു കപ്പലായിരുന്നു എലൻ ഓസ്റ്റിൻ. അവരുടെ ഈ യാത്രയിൽ ബെർമുഡ ട്രയാങ്കിളിന്റെ അടുത്തു വെച്ച് ഒരു കപ്പൽ കടലിന്റെ നടുവിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതിനുള്ളിൽ ആരുമില്ലായിരുന്നു. പിന്നീട് അതിൽ കയറ്റിയ ആളുകളും അപ്രത്യക്ഷമായി എന്ന കഥയാണ് വർഷങ്ങളായി പ്രചരിക്കുന്നത്. പക്ഷേ ഈ കഥയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? 1881
ബ്രിട്ടീഷ് അമേരിക്കൻ വ്യാപാര കപ്പലായ എല്ലൻ ഓസ്റ്റിൻ അറ്റ്ലാന്റിക് ഓഷ്യൻ വഴി യാത്ര ചെയ്യുകയായിരുന്നു. ക്യാപ്റ്റൻ A.J. ഗ്രിഫിന്റെ നേതൃത്വത്തിലായിരുന്നു കപ്പൽ സഞ്ചരിച്ചിരുന്നത്. യാത്രക്കിടെ സർഗാസോ സീ എന്നറിയപ്പെടുന്ന കടൽ പ്രദേശത്തിന് സമീപം ഒരു ചെറിയ സെയിലിംഗ് വെസൽ ഒഴുകുന്നത് അവർ കണ്ടു. ആ കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകുകയായിരുന്നു. പക്ഷേ അതിന് വലിയ കേടുപാടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ അതേപടി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ക്രൂ മെമ്പറിനെയും അവിടെ കണ്ടെത്താനായില്ല. കടലിൽ ഇങ്ങനെ ആളുകളില്ലാതെ ഒഴുകുന്ന കപ്പലുകളെ ഡെർലിക് ഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. അന്നത്തെ കാലത്ത് കൊടുങ്കാറ്റുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ, നാവിഗേഷൻ പ്രശ്നങ്ങൾ എന്നിവ കാരണം ചില കപ്പലുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് അസാധാരണമായിരുന്നില്ല. എല്ലൻ ഓസ്റ്റിന്റെ ക്യാപ്റ്റൻ ആ കപ്പലിനെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനായി ചില ജീവനക്കാരെ ആ കപ്പലിൽ കയറ്റി 2 കപ്പലുകളും ഒരുമിച്ച് യാത്ര തുടർന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ വന്ന കടുത്ത മൂടൽമഞ്ഞും കാറ്റും കാരണം കപ്പലുകൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ക്യാപ്റ്റൻ വീണ്ടും ആ കപ്പൽ കണ്ടെത്തി അതിനുള്ളിൽ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന പുതിയ ക്രൂവിനെ കാണാനില്ലായിരുന്നു. എന്നാൽ സാധനങ്ങളൊക്കെ അതേപടി അവിടെ ഉണ്ടായിരുന്നു. ഒരു സാധനം പോലും ഇരുന്ന സ്ഥലത്ത് നിന്ന് 1 ഇഞ്ച് മാറിയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം ക്യാപ്റ്റൻ വീണ്ടും ചില ആളുകളെ ആ കപ്പലിലേക്ക് അയച്ചു എന്നതാണ് ഈ കഥയിലെ അടുത്ത ഭാഗം. പിന്നീട് വീണ്ടും കാലാവസ്ഥ മോശമായി. മൂടൽമഞ്ഞും കടൽ സാഹചര്യങ്ങളും കാരണം കപ്പലുകൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതിനുശേഷം കപ്പലിനെയും അതിലെ ആളുകളെയും വീണ്ടും കണ്ടെത്തിയില്ല എന്നതാണ് കഥ. ചരിത്ര ഗവേഷകർ പരിശോധിച്ച രേഖകളിൽ എലൻ ഓസ്റ്റിൻ എന്ന കപ്പൽ 1881 സുരക്ഷിതമായി ന്യൂയോർക്കിൽ എത്തിയതായി ചില രേഖകൾ സൂചിപ്പിക്കുന്നു. കപ്പലിന്റെ മുഴുവൻ ക്രൂ നഷ്ടപ്പെട്ടതായി തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ ലഭ്യമല്ല. കൂടാതെ എലൻ ഓസ്റ്റിൻ ബെർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിലൂടെ സഞ്ചരിച്ചതായി ഉറപ്പുള്ള തെളിവുകളുമില്ല. ഈ കഥ ആദ്യമായി വ്യക്തമായി പ്രചരിച്ചത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. 1906 ഒരു അമേരിക്കൻ പത്രത്തിൽ ഈ കഥ പ്രസിദ്ധീകരിച്ചതായി പറയപ്പെടുന്നു. പിന്നീട് കടൽ രഹസ്യങ്ങളും ഗോസിപ്പ് കഥകളും ജനപ്രിയമായപ്പോൾ എലൻ ഓസ്റ്റിന്റെ കഥയും കൂടുതൽ പ്രചരിച്ചു. അതുകൊണ്ട് എലൻ ഓസ്റ്റിൻ ഒരു യഥാർത്ഥ ചരിത്ര സംഭവമാണോ, അതോ ഒരു യഥാർത്ഥ കപ്പൽ സംഭവത്തെ അടിസ്ഥാനമാക്കി പിന്നീട് വളർന്ന ഒരു കടൽ കഥയോ? ഇന്നും ഇതിന് വ്യക്തമായ ഉത്തരമില്ല. പക്ഷേ ബെർമുഡ ട്രയാങ്കിളിന്റെ മിസ്റ്ററി കഥകളിൽ എലൻ ഓസ്റ്റിന്റെ പേര് ഇന്നും നിലനിൽക്കുന്നു. ബെർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യ കഥകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിമാനാപകടങ്ങളിൽ ഒന്നാണ് സ്റ്റാർ ടൈഗറും സ്റ്റാർ ഏരിയലും. 2 വിമാനങ്ങൾ, ഒരേ എയർലൈൻ, ഒരേ മോഡൽ, ഏകദേശം ഒരേ പ്രദേശം. പക്ഷെ ഇരു വിമാനങ്ങളും കടലിന് മുകളിൽ വെച്ച് ഒരു സൂചന പോലും നൽകാതെ അപ്രത്യക്ഷമായി. 1948 ജനുവരി 30 ബ്രിട്ടീഷ് സൗത്ത് അമേരിക്കൻ എയർവേസിന്റെ എബ്രോ ട്യൂഡർ 4 പാസഞ്ചർ എയർക്രാഫ്റ്റ് ആയ സ്റ്റാർ ടൈഗർ അസോസ് ദ്വീപിലെ സാന്റാ മെരിയയിൽ നിന്ന് ബെർമുഡയിലേക്ക് യാത്ര ആരംഭിച്ചു. വിമാനത്തിൽ 25 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും ഉണ്ടായിരുന്നു. മൊത്തം 31 ആളുകൾ. അന്നത്തെ യാത്രയിൽ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ശക്തമായ കാറ്റു കാരണം വിമാനം സാധാരണയേക്കാൾ താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിൽ പറക്കേണ്ടി വന്നു. എന്നിരുന്നാലും ബെർമുഡയ്ക്ക് അടുത്തെത്തുമ്പോൾ ക്യാപ്റ്റൻ കാലാവസ്ഥ നല്ലതാണെന്ന് സിഗ്നൽ കൊടുത്തു. പക്ഷേ 1948 ജനുവരി 30 പുലർച്ചെ വിമാനവുമായി ഉണ്ടായിരുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അതിനുശേഷം സ്റ്റാർ ടൈഗറിനെ ആരും കണ്ടില്ല. വിമാനം എവിടെ പോയി, എന്താണ് സംഭവിച്ചത് ആർക്കും അറിയില്ല. വലിയൊരു സെർച്ച് ഓപ്പറേഷൻ ആരംഭിച്ചു. 5 ദിവസത്തോളം കടലിലും ആകാശത്തിലും അന്വേഷണം നടന്നു. പക്ഷേ ഒരു ഭാഗം പോലും കിട്ടിയില്ല. ഒരു ഡെബ്രിസ് പോലും, ഒരു സർവൈവറിനെ പോലും കണ്ടെത്താനായില്ല. പക്ഷേ കഥ ഇവിടെ അവസാനിച്ചില്ല. ഏകദേശം 1 വർഷത്തിന് ശേഷം വീണ്ടും അതേ എയർലൈനിന്റെ മറ്റൊരു വിമാനം അപ്രത്യക്ഷമായി. 1949 ജാനുവരി 17 സ്റ്റാർ ഏരിയൽ എന്ന ആവ്രോ ട്യൂഡർ 4 എയർക്രാഫ്റ്റ് ബെർമുഡയിലെ കൈൻലി ഫീൽഡിൽ നിന്നും ജമൈക്കയിലെ കിങ്സ്റ്റൺ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. വിമാനത്തിൽ 13 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും ഉണ്ടായിരുന്നു. ഈ തവണ കാലാവസ്ഥ സ്റ്റാർ ടൈഗറിന്റെ യാത്രയേക്കാൾ വളരെ നല്ലതായിരുന്നു. ആകാശം തെളിഞ്ഞതായിരുന്നു. യാത്ര ആരംഭിച്ച് ഏകദേശം 1 മണിക്കൂറിന് ശേഷം ക്യാപ്റ്റൻ ഒരു സാധാരണ റേഡിയോ മെസ്സേജ് നൽകി. എല്ലാം സാധാരണ പോലെയായിരുന്നു. പക്ഷേ അതിനുശേഷം വിമാനത്തിൽ നിന്ന് യാതൊരു സന്ദേശവും ലഭിച്ചില്ല. സ്റ്റാർ ഏരിയയിലും കടലിന് മുകളിൽ എവിടെയോ അപ്രത്യക്ഷമായി. വീണ്ടും വലിയ സെർച്ച് ഓപ്പറേഷൻ നടത്തി. പക്ഷേ സ്റ്റാർ ടൈഗറിനെ പോലെ തന്നെ സ്റ്റാർ ഏരിയലിലെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായില്ല. ഈ 2 സംഭവങ്ങളും ഒരേ എയർലൈനിന്റെ ഒരേ മോഡൽ എയർക്രാഫ്റ്റിന്റെ സമാന പ്രദേശത്തെ ഡിസപ്പിയറൻസ് ആയതിനാൽ പല തിയറീസ് ഉയർന്നു. ഒരു തിയറി വിമാനത്തിന്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്നതാണ്. ആവ്രോ ട്യൂഡർ 4 വിമാനങ്ങൾ അന്നത്തെ കാലത്ത് ദീർഘദൂര യാത്രകൾക്കായി ഉപയോഗിച്ചിരുന്നവയായിരുന്നു.
പക്ഷേ അവയുടെ ഫ്യൂവൽ കപ്പാസിറ്റിയും റേഞ്ചും ചില യാത്രകളിൽ പരിമിതിയിലായിരുന്നു. ഒരു ചെറിയ നാവിഗേഷൻ എറർ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഫെയിലിയർ വലിയ അപകടത്തിലേക്ക് നയിച്ചിരിക്കാം. അറ്റ്ലാന്റിക് ഓഷ്യൻ പ്രദേശത്തെ കാലാവസ്ഥ വളരെ വേഗത്തിൽ മാറാം. ശക്തമായ കാറ്റുകൾ, ക്ലൗഡ് ഫോർമേഷൻസ്, നേവിഗേഷൻ എറേഴ്സ് ഇവയെല്ലാം പഴയകാല വിമാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. BSAയുടെ മുൻ ഡയറക്ടർ എയർവൈസ് മാർഷൽ ഡോൺ ബെന്നറ്റ് ഇരു വിമാനങ്ങളും സബോട്ടേജ് മൂലം തകർന്നിരിക്കാം എന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് ഉറപ്പായ തെളിവുകൾ ഒരിക്കലും ലഭിച്ചില്ല. സ്റ്റാർ ടൈഗറും സ്റ്റാർ ഏരിയലും ബെർമുഡ ട്രയാങ്കിൾ കഥകളിൽ വളരെ സ്ഥാനം നേടിയത് കാരണം രണ്ട് വിമാനങ്ങൾക്കും ഒരേ വിധി സംഭവിച്ചതാണ്. രണ്ടും ഒരു ഡിസ്ട്രസ് സിഗ്നൽ പോലും നൽകാതെ, ഒരു റിക്കേജ് പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായി. എന്നാൽ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ കാലാവസ്ഥ, സാങ്കേതിക പ്രശ്നങ്ങൾ, മനുഷ്യന്റെ പിഴവ് എന്നിവ സാധാരണ വിശദീകരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ബെർമുഡ ട്രയാങ്കിൾ പ്രദേശം അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു ഭാഗത്താണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ട്രോപ്പിക്കൽ സ്റ്റോംസ്, ഹറിക്കെയിൻസ് എന്നിവ സാധാരണമാണ്. കടലിലെ കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറാം. ഒരു ചെറിയ സ്റ്റോം പോലും ഒരു കപ്പലിന് വലിയ അപകടമാകാം. പഴയ കാലത്തെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് വെതർ പ്രഡിക്ഷൻ സിസ്റ്റംസ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാകാം ചിലപ്പോൾ കാരണങ്ങളെന്ന് വിശ്വസിക്കാമല്ലേ. കടലിലെ മറ്റൊരു അപകടം റോക്ക് വേവ്സ്. ഇവ സാധാരണ തിരമാലകളേക്കാൾ വളരെ വലുതായ അപ്രതീക്ഷിത തിരമാലകളാണ്. ചിലപ്പോൾ ഇവയ്ക്ക് 20 മുതൽ 30 മീറ്റർ വരെ ഉയരമുണ്ടാകാം. ഇത്തരം തിരമാലകൾ വലിയ കപ്പലുകൾ പോലും തകർക്കാൻ കഴിയും. ഇന്ന് സാറ്റലൈറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരം സംഭവങ്ങൾ പഠിക്കപ്പെടുന്നു. പല മാരിടൈം ആക്സിഡന്റ്സിലും ഒരു പ്രധാന കാരണം ഹ്യൂമൻ എറർ ആണ്. പഴയ കാലത്ത് നാവിഗേഷൻ കൂടുതലായി ആശ്രയിച്ചത് കോമ്പസ്, മാപ്സ്, സ്റ്റാർസ്, മാനുവൽ കാൽക്കുലേഷൻ എന്നിവയായിരുന്നു. ഒരു ചെറിയ കണക്കുപിഴവ് പോലും വിമാനത്തെയും കപ്പലിനെയും തെറ്റായ ദിശയിലേക്ക് നയിക്കാം. ബെർമുഡ ട്രയാങ്കിളിന് സമീപം ഗൾഫ് സ്ട്രീം എന്ന ശക്തമായ ഓഷ്യൻ കറന്റ് ഒഴുകുന്നു. ഇത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കടൽ പ്രവാഹമാണ്. ഒരു അപകടം സംഭവിച്ചാൽ വെള്ളത്തിലെ അവശിഷ്ടങ്ങൾ വളരെ ദൂരത്തേക്ക് ഒഴുകിപ്പോകാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തെളിവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകാം. ബെർമുഡ ട്രയാങ്കിളിൽ കോമ്പസ് പ്രവർത്തിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ശാസ്ത്രീയമായി അവിടെ മാത്രം കോമ്പസ് തെറ്റിക്കുന്ന പ്രത്യേക മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടെന്ന് തെളിയിച്ചിട്ടില്ല. ഭൂമിയിലെ മാഗ്നറ്റിക് ഫീൽഡ് പല സ്ഥലങ്ങളിലും ചെറിയ മാറ്റങ്ങൾ കാണിക്കും. പക്ഷെ അത് ബെർമുഡ ട്രയാങ്കിളിന്റെ മാത്രം പ്രത്യേകതയല്ല. മറ്റൊരു സിദ്ധാന്തം കടലിനടിയിൽ നിന്നുള്ള മീഥേൻ വാതകത്തിന്റെ പുറന്തള്ളലിനെ കുറിച്ചാണ്. കടലിന്റെ അടിത്തട്ടിലെ ചില ഭാഗങ്ങളിൽ മീഥേൻ ഹൈഡ്രേറ്റ് എന്നറിയപ്പെടുന്ന മഞ്ഞ് പോലെയുള്ള വാതക സംയുക്തങ്ങൾ കാണപ്പെടുന്നു. ഇവ പെട്ടെന്ന് പുറത്തു വന്നാൽ കടൽ വെള്ളത്തിന്റെ സാന്ദ്രതയിൽ മാറ്റമുണ്ടാക്കുകയും കപ്പലുകളുടെ പൊങ്ങിക്കിടക്കാനുള്ള കഴിവിനെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് ചിലരുടെ അഭിപ്രായം. പക്ഷേ ബെർമുഡ ട്രയാങ്കിളിന്റെ സംഭവങ്ങൾക്ക് ഇത് പ്രധാന കാരണമാണെന്ന് തെളിവില്ല. ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഏറ്റവും പോപ്പുലർ തിയറീസിൽ ഒന്ന് ഏലിയൻ തിയറിയാണ്. അന്യഗ്രഹ ജീവികൾ, അജ്ഞാത ടെക്നോളജി, മറ്റൊരു ലോകത്തിലേക്കുള്ള വഴി ഇവയെല്ലാം കഥകളിലും സിനിമകളിലും കാണാം. പക്ഷെ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ബെർമുഡ ട്രയാങ്കിൾ ഒരു അസാധാരണമായ സ്ഥലമല്ല. ലോകത്തിലെ മറ്റ് കടൽ പ്രദേശങ്ങളെ പോലെ ഇവിടെയും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മാധ്യമ ശ്രദ്ധയും മിസ്റ്ററി സ്റ്റോറീസും കാരണം ഇത് കൂടുതൽ പ്രശസ്തമായി. ബെർമുഡ ട്രയാങ്കിൾ ഒരു അത്ഭുതകരമായ രഹസ്യമാണോ, അതോ പ്രകൃതിയും മനുഷ്യന്റെ പിഴവുകളും ചേർന്നുണ്ടാക്കിയ ഒരു കഥയോ? ഉത്തരം എന്തായാലും ഈ കടലിന്റെ ഈ ത്രികോണം ഇന്നും ലോകത്തെ ഏറ്റവും ആകർഷിക്കുന്ന മിസ്റ്ററീസിൽ ഒന്നാണ്.